ഹായ്, +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1-ലെ ആദ്യ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1-ൻ്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ്. അതായത് ഗ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളി, ക്ഷണികമായ കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം. ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ക്ഷണികമായ പ്രഭ അല്ലെങ്കിൽ കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പൂർണ്ണമായും ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ്, മഹത്വം നേടുന്നതിനെക്കുറിച്ചും എങ്ങനെ മഹാന്മാരായി ആളുകൾ എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാമാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഡിസ്കസ് ചെയ്തു. ആദ്യമായി പറക്കാൻ പഠിച്ച ഒരു യങ് സീകൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് സെൽഫ് കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഭയത്തെ നമ്മൾ അതിജീവിക്കണമെന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ ആണ്. അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചാണ്. അടുത്തത് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു ബയോഗ്രഫിയാണ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബയോഗ്രഫിയാണ്. ദെൻ ഇഫ് ഒരു പോയമാണ്, റഡ്യാർഡ് കിപ്ലിംഗ്, നമ്മളുടെ ജംഗിൾ ബുക്കൊക്കെ എഴുതിയിട്ടുള്ള റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പോയമാണ്. ഒരു അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശം പോലെയാണ് ഈ കവിതയുള്ളത്. ഇതിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ ആൻഡ് ഇഫ് ആണ്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് തൽക്കാലം നമ്മുടെ ഫോക്കസ് ഏരിയയിലില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ ആണ്. അതിലേക്ക് കിടക്കാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ, ഡോക്ടർ APJ അബ്ദുൽ കലാം. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. ഞാനൊരു നക്ഷത്രത്തെ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ആഗ്രഹം എന്നിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഏതൊരുവനായാൽ പോലും ഒരു കാര്യത്തെക്കുറിച്ച് തീവ്രമായ അഭിലാഷമുണ്ടായാൽ, ആഗ്രഹമുണ്ടായാൽ അത് എന്നിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ മുൻ പ്രസിഡൻ്റായ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം എപ്പോഴും ഭൂരിപക്ഷ സമയത്തും അദ്ദേഹം ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നത്, ഒരു പ്രസംഗത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്, അത് കുട്ടികളോടായിക്കോട്ടെ മുതിർന്നവരാവട്ടെ ആരായാലും അദ്ദേഹം ഡിയർ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഈ സ്പീച്ച് തുടങ്ങുന്നതും ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹം പറയുകയാണ്, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. Why? The ignited mind of the youth is the most powerful resource on the earth, under the earth, and above the earth. Dear young friends, I would like to talk to you on the topic I am born with wings. ഇവിടെ കലാം പറയുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നുവെന്നാണ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാണ്. കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവനകൾ. കഴിഞ്ഞ കാലത്തെ യുവജനങ്ങൾ എത്രത്തോളം സംഭാവനകൾ ഇവിടെ നൽകി എന്നത് ഞാൻ തിരിച്ചറിയുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. ഇന്നത്തെ ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കാലത്തെ യുവജനത സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. I would like to assert that no youth today needs to fear about the future. അദ്ദേഹം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അസേർട്ട് എന്താണ് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു യുവജനങ്ങളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? വൈ? The ignited mind of the youth is the most powerful resource on the earth, under the earth, and above the earth. അദ്ദേഹം പറയുന്നു, ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ കത്തി ജ്വലിക്കുന്ന മനസ്സാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വിഭവം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയും ഭൂമിക്ക് ഏറെ മുകളിലും മനുഷ്യൻ്റെ മനസ്സാണ്, ശക്തമായ മനസ്സാണ് ഏറ്റവും ശക്തമായ വിഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതായ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യ നിർമ്മിതികളെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, അല്ലേ?
പടുകൂറ്റൻ കെട്ടിടങ്ങളായാലും ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളായാലും എയ്റോപ്ലെയിൻസ് ആയാലും വിവിധ തരത്തിലുള്ള വാഹനങ്ങളായാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ് ആയാലും ഏത് അത്യന്താധുനിക സാങ്കേതിക വിദ്യകളായാലും ഇവയെല്ലാം ആദ്യം പിറന്നിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ് എന്നുള്ളതാണ്. പിന്നീടാണ് അതിന് ഭൗതികമായ രൂപം വരുന്നത്, അല്ലേ? ആദ്യം ഇതൊരു മനുഷ്യൻ്റെ മനസ്സിലാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ എന്തും മനുഷ്യൻ്റെ മനസ്സിലാണ് ആദ്യം രൂപം കൊള്ളുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്ന ഈ കാര്യത്തിലെ സത്യാവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മനുഷ്യ മനസ്സാണ് കത്തിജ്വലിക്കുന്ന മനുഷ്യ മനസ്സ്, ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾ കൊണ്ട് കത്തിജ്വലിക്കുന്ന മനസ്സാണ്, അല്ലേ? അതാണ് ഭൂമിക്ക് മുകളിലായാലും ഭൂമിയുടെ ഉപരിതലത്തിലായാലും ഭൂമിക്കടിയിലായാലും എവിടെ വെച്ച് നോക്കിയാലും ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള നിലവിലുള്ള ഏറ്റവും ശക്തിമത്തായ കാര്യം മനുഷ്യ മനസ്സാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോർൺ വിത്ത് വിങ്സ്. അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിറകുകളുമായാണ് ജനിച്ചത് എന്ന സബ്ജക്റ്റിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചിറകുകളുമായാണ് ജനിച്ചതെന്ന് പറയുന്ന സമയത്ത് ഭാവനയുടെ ചിറകുകളാണ്, മനസ്സിൻ്റെ ചിറകുകളാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ശക്തിക്ക് പരിമിതികളില്ല എന്നുള്ള ആശയത്തിലേക്കാണ് അദ്ദേഹം നമ്മളെ നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. The mission of Shastriyan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. ഇവിടെ പറയുന്നത്, last year I went to inaugurate a program called Shastrayan, which means the propagation of science. ശാസ്ത്രത്തിൻ്റെ പ്രചാരണം എന്നർത്ഥം വരുന്ന പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ പ്രചാരണം എന്നർത്ഥം വരുന്ന ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ വർഷം ഞാനൊരു ഗ്രാമത്തിൽ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗ്രാമം നമ്മുടെ കൊച്ചു കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമമാണ്. The mission of Shastriyan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors and qualified managers, civil servants എന്നാണ്. ഈ ശാസ്ത്രയാൻ്റെ ലക്ഷ്യം, ഈ പരിപാടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എൻഷുർ, ഉറപ്പുവരുത്തുക. എന്ത്? ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2,000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്. വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഏകദേശം 2,000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ നാളെയുടെ വളരെ യോഗ്യന്മാരായിട്ടുള്ള എൻജിനീയർമാരും സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും മാനേജർമാരും സിവിൽ സർവൻറ്റുമാരും ആക്കി മാറ്റാനുള്ള, അതിനവരെ തയ്യാറാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു ശാസ്ത്രയാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2,000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. അദ്ദേഹം പറയുന്നു, 2,000-ഓളം കുട്ടികളെ ശക്തിപ്പെടുത്തുന്ന ഈ ഒരു പരിപാടി തികച്ചും ഉറപ്പായും 2,000-ഓളം കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മൈ ഇനാഗ്രൽ അഡ്രസ് ടു എ മിക്സ്ഡ് ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 5,000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം, ഇനാഗ്രൽ അഡ്രസ് ആരോടായിരുന്നു? ഒരു മിക്സ്ഡ് ഓഡിയൻസ് ആയിരുന്നു, പല തരക്കാരായിട്ടുള്ള കേൾവിക്കാരോടായിരുന്നു. അതിനകത്ത് 5,000-ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. 2,000-ഓളം വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ അവിടെ കേൾവിക്കാരായി 5,000-ഓളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അവരോട് അദ്ദേഹം സംസാരിച്ചിരുന്നത് സയൻസ് എംപവേഴ്സ് എ നേഷൻ, ശാസ്ത്രം രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നു എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെയർ raised for asking questions. Due to the limited availability of time, I selected 12 students at random for the last row to the first to ask questions. I would like to share with you one question of great concern which was asked by a student. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
പ്രസംഗത്തിന് ശേഷം ആഫ്റ്റർ ഹിസ് അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ്ഡ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നൂറുകണക്കിന് കൈകൾ, അയ്യായിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിലൊരു ചോദ്യം ചോദിക്കുമ്പോഴും അതിനകത്ത് ഒരു 60 കുട്ടികളുള്ള ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നത് 4-5 കുട്ടികളായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ സംശയം ചോദിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. ഇവിടെ ഈ 5000-ഓളം കുട്ടികളിൽ നിന്നും 100ഓളം കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കൈകൾ പൊക്കി. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, സമയത്തിൻ്റെ കുറവ് കാരണം ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം. 12 പേരെ ഞാൻ അവരിൽ നിന്നും റാൻഡമായി സെലക്ട് ചെയ്തു. റാൻഡമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ്, അവസാന നിരയിൽ നിന്നും ഫസ്റ്റ് നിര വരെ, അദ്ദേഹത്തിൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികൾ വരെ ഉള്ള ആളുകളിൽ നിന്നും 12 പേരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. കാരണം കുറഞ്ഞ സമയമേ ഉള്ളൂ, എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമില്ല. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് അവസാനം പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. The question was from a teenager who had come from a far away village. ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൗമാരക്കാരനാണ് എന്നോട് ചോദ്യം ചോദിച്ചത് എന്ന് പറയുകയാണ്. He was nervous and a typical representative of the youth of India. ഇന്ത്യൻ യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരുത്തനായിരുന്നു അവൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യുവജനങ്ങൾക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവനുണ്ടായിരുന്നു. അവൻ നെർവസ് ആയിരുന്നു, കുറച്ച് പരിഭ്രമിച്ചിരുന്നു. നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ, ഒരുപാട് ആളുകൾക്കിടയിൽ സംസാരിക്കുന്ന സമയത്ത് പരിഭ്രമം ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ യുവാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇന്ത്യൻ യുവതയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അവൻ. കാരണം അവനും പരിഭ്രമം ഉണ്ടായിരുന്നു. പൊതുവേ ഇന്ത്യൻ യുവജനങ്ങൾക്കുള്ള ചോദ്യമായിരുന്നു അവൻ ചോദിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ ഒരു ചോദ്യം മാത്രമായിരുന്നില്ല, പൊതുവെ ഇന്ത്യൻ യുവതയ്ക്കുള്ള ഒരു ചോദ്യമായിരുന്നു അവൻ ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? The boy began speaking. Sir, I don't know what I should ask. I am nervous. I have not asked any question in my class. I need to have confidence, but I have not gained any confidence through my education during all these years. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dress. Please tell me, I want to become a marine engineer. I want to travel in a ship. I want to be the captain of the ship. I want to build the engine of the ship. Shall I be able to do all this, sir? How can I achieve this mission? What should I do? ഇതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. നമുക്ക് ചോദ്യത്തിൻ്റെ ആദ്യത്തിലേക്ക് തന്നെ പോവാം. അവൻ പറഞ്ഞു തുടങ്ങുന്നത്, സാർ, ഐ ഡു നോട്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എന്തെനിക്ക് ചോദിക്കണമെന്നറിയില്ല. ഐ എം നെർവസ്. എനിക്ക് പരിഭ്രമമുണ്ട്, എനിക്ക് വിഷമമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ഇതുവരെ ഞാനൊരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എനിക്ക് ആത്മവിശ്വാസം വേണമെന്ന് അവൻ പറയുന്നു. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. എനിക്ക് ആത്മവിശ്വാസം ആവശ്യമാണ്, പക്ഷേ ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ടും എനിക്ക് ആത്മവിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ അധ്യാപകരോട് സംസാരിക്കാൻ ഭയമാണ്. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പോലും മടിയാണ്. വെനെവർ ഐ ടോക്ക്, എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാൽ, ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്. ഞാൻ മറ്റുള്ള കുട്ടികളുമായി എന്നെ താരതമ്യം ചെയ്യും. അവരുടെ വളരെ ഉയർന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുമായി എൻ്റെ എന്നെ ഞാൻ താരതമ്യം ചെയ്യും. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ദയവായി എന്നോട് പറഞ്ഞാലും എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനായി മാറണം. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. എനിക്കൊരു കപ്പലിൻ്റെ എൻജിൻ നിർമ്മിക്കണം. ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ്, സർ? ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമോ, സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഈ ലക്ഷ്യം എനിക്ക് എങ്ങനെ നേടാൻ കഴിയും? വാട്ട് ഷുഡ് ഐ ഡു? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. നമുക്ക് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. കലാം പറഞ്ഞ ഉത്തരത്തിലേക്ക് നോക്കാം. When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister,
were looking at me wondering what Kalam was going to say to the sincere question of a young village boy. വിദ്യാർത്ഥി ചോദ്യം നിർത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കേൾവിക്കാരും, ഇൻക്ലൂഡിങ് ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ വിശിഷ്ട വ്യക്തികൾ, ഓൺ ദ ഡയസ് വേദിയിലുള്ള ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും ഡോക്ടർ കലാമിനെ നോക്കി എന്നാണ് പറയുന്നത്. വണ്ടറിങ്, അത്ഭുതത്തോടുകൂടെ, വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദ സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് എ യങ് വില്ലേജ് ബോയ്. ഈ പാവം ഗ്രാമീണനായ വിദ്യാർത്ഥിയുടെ, ഈ ആൺകുട്ടിയുടെ ചോദ്യത്തിന് എന്തുത്തരമാണ് ഡോക്ടർ കലാം കൊടുക്കാൻ പോകുന്നത് എന്നുള്ള അത്ഭുതത്തോടുകൂടെ ഈ ചോദ്യത്തിന് എന്തുത്തരമാണ്. കാരണം ഭൂരിപക്ഷ ആളുകൾക്കും അറിയേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവർ കലാമിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ആ ഉത്തരം അറിയാൻ ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ്. I thought of it, and breaking the silence, I said, "My dear friend, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. I value your question. I know you are echoing the fear of many. Let me recite a beautiful ancient poem named I'll Fly." അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയാം. I thought of it. തിങ്ക്, ചിന്തിക്കുക, തോട്ട്, ചിന്തിച്ചു. I thought of it and breaking the silence. അവിടുത്തെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്നത്? മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തേ, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അമംഗ് ദ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹൂം ഐ ഹാവ് മെറ്റ്. ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മില്യൺ കണക്കിന് ആളുകളിൽ വെച്ചിട്ട്, മില്യൺ കണക്കിന് ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ മില്യൺ കണക്കിന് കുട്ടികളെ ദിവസവും കാണാറുണ്ട്, മില്യൺ കണക്കിന് വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. അവർ ചോദിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് താങ്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനെ വിലമതിക്കുന്നു. ഐ നോ യു ആർ ഇക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. ഇക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എക്കോ അല്ലേ? ഒരു കിണറ്റിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ശബ്ദം ഇങ്ങോട്ട് വരും. ഒരു ഒഴിഞ്ഞ ഹാളിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ ശബ്ദം വരും, എക്കോ അടിക്കും. അതാണ് എക്കോ. അപ്പം ഒരുപാട് ആളുകളുടെ സംശയത്തെയാണ്, ഒരുപാട് ആളുകളുടെ ഭയത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ആളുകളുടെ ശബ്ദമാണ് ഈ വിദ്യാർത്ഥിയിലൂടെ അദ്ദേഹം കേൾക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ മനോഹരമായ ഒരു പുരാതന കവിത ചൊല്ലിക്കൊണ്ട് ഇതിന് ഉത്തരം പറയാമെന്ന് പറയുകയാണ്. ആ കവിതയുടെ പേരാണ് ഐ വിൽ ഫ്ലൈ. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്, ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്, ഐ എം ബോൺ വിത്ത് വിങ്സ്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. എന്താണ് പറയുന്നത്? ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഞാൻ ശക്തിയോടുകൂടെ കഴിവോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഞാൻ നന്മയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയുമാണ് ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ആശയങ്ങളോടുകൂടിയും സ്വപ്നങ്ങളോടുകൂടിയുമാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്, മഹത്വത്തോടുകൂടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഐ എം ബോൺ വിത്ത് വിങ്സ്, ചിറകുകളോടുകൂടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. സോ ഐ ആം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്, അതുകൊണ്ട് ഞാൻ ഇഴയാനായി വിധിക്കപ്പെട്ടവനല്ല. ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴയുക. ഐ ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ആൻഡ് ഫ്ലൈ, പറക്കും. ഇതാണ് കവിത. ഒരുപാട് കോൺഫിഡൻസ് നമ്മളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്ന അല്ലേ നല്ലൊരു കവിതയാണ്. യങ് ഫ്രണ്ട്സ്, let me discuss with you how you can be unique. അദ്ദേഹം പറയുകയാണ്, യുവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ എങ്ങനെ നമ്മൾക്ക് യുണീക്കായി മാറാമെന്ന്. എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ? യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യൻ എന്നാണ്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എന്നാണ്. ഈ ഭൂമിയിലെ സകലമാന സൃഷ്ടികളിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാൾ പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മളുടെ ആധാർ കാർഡിൽ കണ്ണിൻ്റെ ഐറിസും
ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കുന്നത്. ഇരട്ട കുട്ടികൾക്ക് പോലും ഇത് സെയിം ആയിരിക്കില്ല എന്നുള്ളതാണ്. എവ്രി വൺ ഈസ് യൂണീക്ക്, എല്ലാവരും അതുല്യരാണ്. അതുകൊണ്ട് പരസ്പരം കമ്പയർ ചെയ്യരുത് എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം ഇവിടെ തരുന്നത്. ആ വിദ്യാർത്ഥി നേരത്തെ പറഞ്ഞു, അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരുമായി അവൻ സ്വയം കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. I have so far met 15 million youth in a decade's time. ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ അദ്ദേഹം 15 മില്യൺ യുവജനങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. I learned every youth wants to be unique. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, ഓരോ യുവാവിനും ഓരോ യുവതയ്ക്കും അതുല്യരാവണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് യു. നമ്മളായിരിക്കുക. യു എന്നുള്ളത് അവിടെ ക്യാപിറ്റലായി കൊടുത്തിരിക്കുന്നത് നമ്മൾ വ്യത്യസ്തരാണ്, നമ്മളാണ്, അത് കാണിക്കുകയാണ്. നിങ്ങളായിരിക്കുക, മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട എന്നുള്ളതാണ്. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈയിങ് ഇറ്റ്സ് ബെസ്റ്റ്, ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മറ്റുള്ളവരെ പോലെയാക്കാൻ, അല്ലേ? ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്, മറ്റുള്ളവരെ എല്ലാവരെയും പോലെയാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് യുവർ നൈബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിങ് ഗുഡ് മാർക്സ്. നിങ്ങളുടെ വീട്ടിൽ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ്, നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അയൽവാസികളുടെ കുട്ടികളെ പോലെയാവാൻ, അല്ലേ? നിങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയാവാൻ, അവരെ പോലെ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയുന്നു. വെൻ യു ഗോ ടു സ്കൂൾ, യുവർ ടീച്ചർ സേസ്, വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് എ ഫസ്റ്റ് ഫൈവ് റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. എന്തുകൊണ്ട് നീ ആദ്യ 5 റാങ്ക് വാങ്ങിയ കുട്ടികളെ പോലെ ആവുന്നില്ല? നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് ചോദിക്കുന്നു. Wherever you go, people say you have to be somebody else or everybody else. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മറ്റൊരാളെ പോലെയാവാൻ, അല്ലെങ്കിൽ എല്ലാവരെയും പോലെയാവാൻ. Now, dear young friends, how many of you would like to be unique yourself? എൻ്റെ യുവാക്കളെ, നിങ്ങളിൽ എത്ര പേർ നിങ്ങളായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഡോക്ടർ കലാം ചോദിക്കുന്നു. The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine and never stop fighting until you arrive at your destined place, that is a unique you. അദ്ദേഹം പറയുന്നു, the challenge, my dear young friends, വെല്ലുവിളി എന്താണെന്നാൽ that you have to fight that hardest battle. നിങ്ങൾ ഏറ്റവും കഠിനതരമായിട്ടുള്ള യുദ്ധമാണ് അതിനു വേണ്ടി നയിക്കേണ്ടത്. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും, ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട ഏറ്റവും കഠിനമായ, ഏതൊരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായൊരു യുദ്ധമാണ് നിങ്ങളായിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങളുടെ ഫൈറ്റിംഗ് അവസാനിപ്പിക്കരുത്, നിങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കരുത്. നിങ്ങളായി തീരാനുള്ള യുദ്ധം നിങ്ങളുടെ ലക്ഷ്യം എത്തിത്തീരുന്നത് വരെ നിർത്തരുത് എന്ന് പറയുകയാണ്. എന്താണ് ആ ലക്ഷ്യം? അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, എന്താണ്? യു അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്, ദാറ്റ് ഈസ്, ആ ലക്ഷ്യം എന്താണ്? എ യുണീക്ക് യു, ഒരു അതുല്യനായ നിങ്ങൾ, മറ്റാർക്കും നിങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, മറ്റാർക്കും നിങ്ങളുമായി തുലനം ചെയ്യാൻ പറ്റാത്ത, അതുല്യനായ, തുല്യനല്ലാത്ത, വ്യത്യസ്തനായ നിങ്ങൾ, അതെത്തിച്ചേരുന്നത് വരെ കഠിനമായ യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. Hope you understood it. Thank you very much. We'll meet again in the next class.